സോളോ വേഴ്സസ് സ്ക്വാഡൊക്കെ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുന്നത്. നമ്മളിപ്പോൾ സോളോ വേഴ്സസ് സ്ക്വാഡും കാര്യങ്ങളൊക്കെ എടുത്തങ്ങ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റാങ്ക്ഡ് കളിക്കാത്ത എന്താ പറ്റില്ല, റാങ്ക്ഡിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല അതിൻ്റെ അകത്തെന്ന് പറയുമ്പം എനിമീസ് കൂടുതൽ ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് നമ്മുടെ ഏജിയസ് ഗെയിം സോൺ കളിക്കുന്ന പോലൊന്നും ഇപ്പം ഹാക്കേഴ്സിൻ്റെ മുന്നൊന്നും കളിക്കാൻ പറ്റില്ല. പുള്ളിക്കാരന് ഹാക്കേഴ്സിനോട് ഇപ്പോൾ കളിക്കുന്നൊന്നുമില്ല. പുള്ളിക്കാരൻ നല്ലൊരു പ്ലെയറാണ്. നമ്മൾ എന്നത്തെ പോലെ തന്നെ സ്പീക്കൊക്കെയാണ് ഇറക്കുന്നത്. മൊത്തം ഇതാണെന്നാ തോന്നുന്നു മറ്റേ ബോട്ട് എന്തോന്നായാലും ബോട്ടാണെങ്കിൽ യമതമ്പുരാനായാലും അടിക്കുന്ന പറഞ്ഞാൽ അടിച്ച് അണ്ണാക്കി കൊടുക്കും. ആ സീരിയസ് ആയിട്ട് ഈ ഗെയിം കളിക്കുന്നത്. നമ്മൾ ഏകദേശം കളി നിർത്താനൊക്കെ ആയിട്ടുണ്ട്. നാളെ മറ്റന്നാളോടെ നമ്മൾ കളിയും കാര്യങ്ങളൊക്കെ നിർത്തും. ഏജൊക്കെ തിരിച്ചു വന്നു, പക്ഷെ വേറെ ആരും തിരിച്ചൊന്നുമില്ലല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ 94 സാധനങ്ങളും കിട്ടി. ACG കിട്ടി. ACG എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇതൊന്നും നോക്കിയില്ല. പൊട്ടാസ്യം എടുത്ത് നെല്ലാണ് എന്തെങ്കിലും കത്തിച്ച് വിടാൻ പോണേ. അതൊക്കെ പറഞ്ഞിങ്ങനെ വരുന്ന വഴിക്ക് ബേബി ഷോട്ട് ഗണ്ണും കൂടി ഒന്ന് കിട്ടി. ആഹാ, ഏത് മൂഡ് അത്ര മൂഡ് ഏത് മൂഡ്. എടാ ഇവ ഒറിജിനൽ പ്ലേസ് ആണോ? പക്ഷേ ഇത് ഒറിജിനൽ പ്ലേസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഏതായാലും നമ്മൾ കുത്തിപ്പിടിച്ച് നോക്കിയിട്ടിട്ടുണ്ട് ഉമ്മാർ. സെക്കൻഡ് അറ്റംപ്റ്റ്. ഇതിലെങ്കിലും ഫുള്ള് ബോട്ടാണോ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ആണ്, ഫുള്ള് ബോട്ടാണ്. 100% ഇതിൻ്റെ അകത്ത് ഫുള്ള് ബോട്ടിനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബോട്ടുകളൊക്കെ ചാടാൻ തുടങ്ങി. നേരത്തെ പോലെ പൊട്ടാസ് വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ഇല്ലെങ്കിലും എടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ BR മാച്ച്, CS മാച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ടായി തുടങ്ങി. വരുന്നത് മൊത്തം മുഴുത്ത ഹാക്കേഴ്സ്. ആഷിക്ക് ബ്രോനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് എക്സാമേറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പം ഇവിടെ എക്സാമേറ്റ് കാണുന്നില്ല. ആ ബ്രോയൊക്കെ കിട്ടിയത് ഒരുത്തന്നെ ഫുൾ റെഡ് അടിച്ച് ഇവിടെ അങ്ങ് ഇട്ടിട്ട് ഒരു ഇമോട്ട് അങ്ങ് കൊടുത്ത് എന്നിട്ട് അവനടിച്ച് അങ്ങ് നോക്കും ഇട്ട്. അടുത്തവനെ നോക്കിട്ട് അവനിട്ട് ഒരു ഇമോട്ട് അങ്ങ് കൊടുത്ത് ഒറ്റ പതക്കമെന്നും പറഞ്ഞ അടിയും കൊടുത്ത്. നമ്മളാണെങ്കിൽ ഫുൾ ഓൺ ഫുൾ പവറിലൊക്കെയാണ്. ഇവളെയും കൂടി ഒന്ന് നോക്കിട്ടതിന് ശേഷം ഞാനാണെങ്കിൽ പെട്ടെന്ന് നോക്കങ്ങ് ഫിനിഷ് ചെയ്തു. അയ്യോ, ഇമോട്ട് അടിക്കാൻ മറന്നേ. കുഴപ്പമില്ല, ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇമോട്ട് അടിക്കും. ഓക്കെ, അവളൊന്ന് പൊക്കട്ടെ. ഒരു ഫുൾ റെഡ് എന്നുള്ള വാക്കിപ്പുണ്ട്. എന്നിട്ട് ഇമോട്ട് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങ് പോയി ഒരു ഇമോട്ട് അങ്ങ് കൊടുത്തു. അടിക്കാൻ വേണ്ടല്ലോ ഇട്ടിട്ടുണ്ട. നമ്മളിപ്പോൾ ഇന്നത്തെ CS ഈ കോമ്പിനേഷൻ ഇട്ടായിരിക്കും കളിക്കുന്നത്. BR അവൻ ആർക്കിട്ടാ പൊട്ടിക്കുന്നേ? നേരത്തെ എനിക്ക് അടിക്കാൻ ചാൻസ് പോലും തന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നോക്കായിപ്പോയത്. അല്ലെങ്കിൽ ഒക്കെ അവനൊക്കെ എന്നെ അടിച്ചിടേണ്ടതാണ്. പണ്ടത്തെ ഇപ്പോൾ ബാക്ക് ജമ്പ് ഇല്ലാത്തതുകൊണ്ട് ഒട്ടും ചാടാൻ പറ്റുന്നില്ല എനിക്ക്. പണ്ട് ബാക്ക് ജമ്പ് ഉണ്ടപ്പോഴുണ്ടല്ലോ, ഇവിടുത്തെ 1 ടാപ്പ് അടിച്ചാണ് ഞാൻ. 1 ടാപ്പ് അടിച്ചാൽ എനിക്ക് ഭാഗ്യത്തിന് ബാക്ക് ജമ്പായി. അന്നോട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി.
അവനെ കഴിച്ച് ഡൗൺ ഇട്ടു. നേരെ വന്ന് ഒരു ഇമോട്ട് അങ്ങ് കൊടുത്ത്. കില്ല് പോയി. ഏക്ക് വെച്ച് നല്ലോണം അങ്ങ് റെഡ് നമ്പർ കൊടുത്തു. അവനെ അങ്ങ് നോക്കിട്ടു. ഇല്ലായിട്ടാണ് നമ്മുടെ സോളോ വേഴ്സസ് സ്ക്വാഡിൽ. ബോട്ടായതുകൊണ്ട് പിന്നെ പൊക്കി വിടാമെന്നൊന്നും അറിയില്ല. പൊക്കി വിടാതിരുന്നാൽ മതി. ഓനിപ്പോൾ നേരെ ഏതെങ്കിലും സ്ക്വാഡിന് അണ്ണാക്കൊക്കെ അങ്ങ് പോയി ചാടിക്കഴിഞ്ഞാൽ ആ സ്ക്വാഡിനൊക്കെ വൈപ്പ് ചെയ്യാനുള്ള വകുപ്പൊക്കെ നമ്മുടെ ഉണ്ട്. ഒക്കെ പറഞ്ഞിങ്ങനെ വരികയാണ് ഞാനിങ്ങനെ ചാടി നോക്കുകയാണ്. എനിമീസ് ഉണ്ടെങ്കിൽ ചുമ്മാ എന്തൊത്തിന് പോയി ഒറിജിനൽ പ്ലേസ് ആണെങ്കിൽ ആ പോയി അടി വാങ്ങിക്കുന്നത്. പക്ഷേ ഏതായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആക്കി വിട്ടിട്ടുണ്ട് എല്ലാവരും. പ്ലേസ് കുറച്ച് നേരമൊക്കെ എടുക്കും കേട്ടോ. നമുക്കിട്ട് ഏതോ ഒരുത്തം പണിയുന്നുണ്ട് അപ്പുറത്തുനിന്ന്. പണിഞ്ഞവനെ നമ്മൾ ഇന്ന് പണിയിച്ച് വിടും. പണിഞ്ഞവനല്ല, അവളാ. ഞാനാണെങ്കിൽ എൻ്റെ പെറ്റിനെ അങ്ങ് കൊണ്ടുവന്ന് നിന്നപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട് പറ്റി എനിമി കളി വന്നു. ഏക്കെടുത്തു വന്നു. 166 ഒരു ടീം വൈപ്പ് ഔട്ട് എടുത്തു. ഒരു ടീം വൈപ്പ് ഔട്ട് എടുത്തുകൊണ്ട് ഇമോട്ടും അങ്ങ് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനാണെങ്കിൽ ദൂരത്തുനിന്ന് കുത്തിപ്പിടിക്കുന്നു ബാഗ് വെച്ചിട്ട്. ആരെടുത്ത് നമ്മ എടുത്താ? അതിന് ഇനി ഒന്നും കൂടെ ജനിക്കണം മോനെ, എന്നെ അടിക്കണമെങ്കിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളെ അടിച്ച് നോക്കിട്ട് പെട്ടെന്ന് നിങ്ങൾ ഓടി വന്നു. ഞങ്ങൾക്ക് ബോട്ടായിരിക്കും. ഞാൻ ഒറിജിനൽ പ്ലെയർ ആട്ടാ. അപ്പം ആരെങ്കിലും ബോട്ടിനെ അടിച്ചിട്ട് മാസം കാണിക്കുന്നവൻ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് മാച്ചിന് 1v4 കളിക്കും. സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്നതായിരിക്കും. എനിമി എവിടെയൊന്നും പോലെ പോയി. എനിമി തോണ്ട പോകണം. നല്ലോണം ഡാം വേണ്ടെന്ന് നെക്കി പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാൻ നോക്കണം. അവിടെ കിടന്ന് ഫിനിഷ് ആവട്ടെ, അപ്പം നമുക്ക് സമാധാനം കിട്ടും. ഇപ്പം പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ടൈമിലേക്ക് ഇപ്പം ലൂട്ട് ബുക്സ് ഒന്ന് വീണോണ്ട് നമ്മൾ ഒരു കില്ലിങ്ങനെ പോയിരുന്നല്ല അടിച്ചൊക്കെ ഇട്ട്. AW വെച്ച് എന്തായാലും നമ്മൾ ഈ മാച്ച് കളിക്കുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറയാം. ഈ മാച്ചിൽ നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഇട്ടായിരിക്കും പുയ്യ അടിക്കാൻ പോകുന്നത്. എന്തായാലും പുയ്യ അടിച്ചിട്ട് പിന്നെ പുതിയ അപ്ഡേറ്റ് വന്നതിനോടൊപ്പം പുതിയ അപ്ഡേറ്റ് വരുമ്പം ഏതായാലും നമ്മൾ പീക്കുമൊക്കെ ഇനി ഇറങ്ങിയിട്ട് കാര്യമില്ല. സ്ക്വാഡായിട്ട് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പൂച്ചക്കുഞ്ഞിനെ പോലും ഇനി കാണാൻ വയ്ക്കില്ല. കാരണം നമ്മൾ ഈ ഇരിക്കാനും ഈ സാധനം നമ്മുടെ നിൻ്റെ പേര് ഞാൻ പറഞ്ഞു എന്തൊക്കെ ആയാലും ആ സാധനം ഇവിടെ എടുത്ത് മാറ്റാൻ പോകണം. അപ്പോഴാണ് ഞാൻ അപ്പുറത്ത് 2 എനിമീസ് ഉണ്ടെന്ന് കണ്ടേ. പിന്നൊന്നും നോക്കില്ല, ഗണ്ണ് എടുത്തോണ്ട് വന്ന് പട്ടക്കൊയിന്നും പറഞ്ഞ് 5-8 വീഡിയോ അങ്ങ് കൊടുത്ത് കില്ലൊന്നും കിട്ടിയില്ല. ഏതായാലും ലോങ് റേഞ്ച് ഉള്ളവന്മാരേക്ക് തല നമ്മൾ വിളിക്കുന്നുള്ള കാര്യം ഷുവറായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ്. നമ്മളിപ്പോൾ പുതിയ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ടോപ്പ് അപ്പ് ചെയ്യേണ്ട വിളിക്കേണ്ട അക്കൗണ്ട് ആയതുകൊണ്ട് കഴിഞ്ഞാൽ നോക്കിയ സോണിൻ്റെ തൊട്ടടുത്താണ് വെച്ച സാധനം കിടക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞാൽ
ഞാൻ ഒന്ന് വണ്ടിയും പിടിച്ച് നേരെ തിരിച്ചങ്ങോട്ട് വിട്ട് നമ്മൾ ഈ കളി എന്തുവരെ എടുത്തിട്ടായാലും ബുയ്യ അടിച്ചായിരിക്കും. സ്കൈത്ത് എടുത്താലോ? സ്കൈത്തിൻ്റെ പ്രശ്നം എന്താ, എനിക്ക് എനിമീനെ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ഏതൊരു കില്ലാടി ബോട്ട് എല്ലാ സ്കോഡിനും പെട്ടെന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കളിയിൽ ടോട്ടൽ എത്ര കില്ല് അധികം വേണ്ട, അതിവിടെ നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ഈ കളിയിൽ ടോട്ടൽ ഫുള്ളായിട്ട് എത്ര ഹെഡ് ഷോട്ട് ഇടിച്ചിട്ടുണ്ടെന്ന്, ഐ മീൻ 163 അതൊക്കെ കൂട്ടി ഫുള്ളായിട്ട് എത്ര അടിച്ചെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നമ്മുടെ വെറ്റാണെങ്കിൽ അവിടെ കിടന്ന് കുലുക്കി കളിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്മോക്ക് അടിച്ചതിൻ്റെ പവറിൽ അങ്ങോട്ട് സ്പീഡ് അങ്ങ് കുറഞ്ഞ് ചാടുന്നു ഓടുന്നു. MP5 ഒന്ന് ബാനൊക്കെ അങ്ങോട്ട് ആക്കിയപ്പോൾ സെറ്റായി. ഈ സുമാര് പൊക്കി വിടും. അപ്പം എങ്ങോട്ട് പോകുന്നു? വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. എൻ്റെ അഡ്വാൻറ്റേജ് അല്ല. കണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് അടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ബൗസ് ചെയ്തൊക്കെ നോക്കാം. എന്തോടാ ഒരു ഇമോട്ടങ്ങ് കൊടുത്തേക്കാം. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കൊന്നു. അവനെ അടിച്ചിട്ട് അവനിട്ട് ഒരു ഇമോട്ടങ്ങ് കൊടുത്ത് ഒന്ന് കണ്ട അവൻ വിചാരിച്ചെന്തോന്ന് അറിയാവോ, ഞാൻ പൊട്ടഞ്ഞാന്നാ. പക്ഷെ അവൻ അറിയില്ലല്ലോ കേരള യൂട്യൂബറിൻ്റെ അടുത്ത് അവൻ കളിച്ചത്. ഏതായാലും നമ്മുടെ കിങ് റായ്സ്റ്ററും കളി നിർത്തിയ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കളിയൊക്കെ നിർത്തും. ഇന്നോ നാളെയോ എന്തായാലും നമ്മളും കളി നിർത്തും. അഞ്ച് ലൈവ് MP5 ത്രിപിളിച്ചപ്പൊക്കെ ആക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടോ. നേരത്തെ നോക്കി കാണാൻ നിങ്ങൾക്ക് അടിച്ച മുഴുവൻ റീക്വലാണ് കയറിയ ലോക്കിൻ്റെ ഒക്കെ ഇട്ട് വന്നതിൻ്റെ. ഞാൻ വിചാരിച്ച് ചത്തുന്നു. ഇപ്പം നിങ്ങൾ പറയും ബോട്ടിങ് എല്ലാം അടിച്ചാൽ ബോട്ടിങ് അടിച്ചതെന്ന് പറയുന്ന കുണ്ണകളുണ്ടെങ്കിൽ യുവമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ബോട്ടിങ്ങൊന്നുമല്ല, എനിക്കും അറിയാം പ്ലേയേഴ്സിനൊക്കെ അടിക്കാൻ. ഓക്കെ, ഇതിൻ്റെ നാഷണൽ ഞാനും ഇനി ഒരു ഡ്രോയിങ് കൂടി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മളൊരു അലോക്കിനെ എടുത്തില്ലേ, ഒറിജിനൽ പ്ലെയറാണ്. കാര്യം ബോട്ടുകൾ ഒരിക്കലും ഇതെടുത്തില്ല, ഗ്ലൂവാൾ എടുത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് ഞാൻ നിൽക്കാം. ഒറിജിനൽ പ്ലേസ് ഉണ്ടെങ്കിൽ ഒന്ന് അടിക്കുക. ഇനി ഞാൻ വേറെ വെച്ചിരുന്നത് നമുക്ക് അവനെ ഒള്ളി റെഡ് നമ്പർ ഇത് വെച്ചിട്ട് അടിച്ചിടാൻ നോക്കിയാലോ. ഈ 3 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ നിൽക്കില്ല. അവനെ വെച്ച് പമ്പരം കറക്കിയിടും. ഒറിജിനൽ പ്ലെയർ ആണെങ്കിലും നമുക്ക് ചുമ്മാ കഴപ്പ് കാണിക്കണ്ടല്ലോ അല്ലേ. ഒരു 1v സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ചല്ലേ, അതിന് ചുമ്മാ കഴപ്പ് കാണിക്കുന്നത്. എന്താ പിടിക്കാൻ ഗണ്ണൊന്നുമില്ല കേട്ടോ, അതാണ് കേട്ടോ. അതാണ് ഞാൻ ഈ ഗണ്ണ് വെച്ചിട്ട് പറഞ്ഞത്. 1 ടോപ്പ് ഗണ്ണും എല്ലാം കൈക്ക് കിട്ടി അവൻ്റെ അന്ത്യമായിരിക്കും അത്. എനിമീനെ
കാണാത്ത എനിമീനെ അപ്പോഴാണ് ഞാൻ കണ്ടത്. ഏക്കൊള്ളതേ ഉള്ളൂ ഇവനൊക്കെ. ഇതിലും നമുക്ക് ദൂരത്തുനിന്ന് പോയി കഴപ്പ് കാണിക്കണ്ട. അവൻ്റെ അടുത്തോട്ട് ഞങ്ങൾ പോവാം. ഉണ്ട കഴിഞ്ഞു. അത് കൊള്ളായിരുന്നു കേട്ടോ. ഏതായാലും അത് വിഷയമായിരുന്നു. 14 ഫോളോവേഴ്സിൻ്റെ ഓക്കെ ഗൈസ്, ഒരു സെക്കൻഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ടാണ് ബെല്ലൈക്കണും കൂടിയും എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ലൈവും നോട്ടിഫിക്കേഷൻസും കിട്ടും. നമ്മൾ റോഡ് ടു 50K ആണ്. എല്ലാവരും മാക്സിമം 50K അടിക്കാൻ സഹായിക്കുക.